സോ ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് പരിപാടി? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമറാദി. ആൻഡ് അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡിൻ്റെ എനിക്ക് എൻ്റെ ഇൻവെൻറ്ററി ഒന്നും തുറക്കാൻ പറ്റത്തില്ല. നമ്മൾ ലെറ്റ്സ് പ്ലേ എപ്പിസോഡിൻ്റെ എപ്പിസോഡ് 2 ആയിട്ടാണ് ഗൈസ്. ഓക്കെ, ഇൻവെൻറ്ററി ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് രണ്ട് ഡയമണ്ട് ബൂട്ട്സാ. അട്ടർമോസിൽ എന്തോ ബഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ റെഡിയായെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഹെൽമെറ്റ് എടുത്ത് വയ്ക്കാം. അയ്യോ, അവിടെ നമ്മളെ സാധനങ്ങളൊന്നും കാണാനില്ല. ഓക്കെ, എല്ലാം കിട്ടി. ഓക്കെ ഗൈസ്, നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ആൻഡ് അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ പോലെ നമ്മുടെ വീടിൻ്റെ ഇൻസൈഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഗൈസ്, ഞാൻ എന്താ പറയാൻ വന്നു അത് മറന്നുപോയി. എന്തായാലും കുഴപ്പമില്ല. ആൻഡ് അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെയാണ് നിർത്തിയിരുന്നത്. നമ്മുടെ വീടിൻ്റെ ഔട്ട് സൈഡൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ അകത്ത് പരിപാടികളൊക്കെ ചെയ്യാണ്ട് ഗൈസ്. പിന്നെ ഈ സ്റ്റെയർ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയാണ്ട് ഇവിടെയായിട്ട് റെഡിയാക്കണം. പിന്നെ ഗൈസ്, ഇന്നലെ എൻ്റെ വീഡിയോയിൽ ഞാൻ മണ്ടത്തരം വിളിച്ച് പറഞ്ഞായിരുന്നു അട്ടർമോസിൻ്റെ സെർവറിന് 2.5 GB റാം ഉണ്ടെന്ന്. പക്ഷേ അല്ല ഗൈസ്, ആ സത്യം ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത്. 1000 അത്രയേ ഉള്ളൂ. പക്ഷേ നമുക്കത് പ്രശ്നമില്ല. അതായത് ഈ സെർവർ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഞാനൊരു 8 GB റാമുള്ളൊരു ഫ്രീ ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ മാറ്റും മിക്കവാറും. അയ്യോ, നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കും. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ള. സത്യത്തിൽ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഈ ഫർണസൊക്കെ എടുക്കാനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് അപ്ഗ്രേഡ്സൊക്കെ വരുത്തണം. എന്തായാലും ഇപ്പം നൈസിന് ഇങ്ങോട്ട് പോയി കിടന്ന് ഉറങ്ങാം. നമ്മുടെ പട്ടിക്കുട്ടൻ താഴെ തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഈ പൊട്ടറ്റോ തിന്ന് മടുത്തു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഫാം സെറ്റാക്കണം. പിന്നെ ഗൈസ്, നമുക്ക് ഈ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റണം. പിന്നെ ഞാൻ ഇന്നലെ ചെയ്തൊരു കാര്യം, ഈ ഡോറ് മാറിയാണ്ടിരിക്കണം. അതായത് ഇത് അയ്യോ മണ്ടയിടത്തൊക്കെ ഞാൻ എന്തിനാ പൊട്ടിച്ചെടുത്തു. എന്തായാലും കുഴപ്പമില്ല. ആൻഡ് ഗൈസ്, അവിടെ ക്രീപ്പർ പോകുന്നുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല മരക. അപ്പോൾ എല്ലാത്തിനും ഇതെന്താ റിയലക്കകത്താടാ ഇത്? നിന്നെ കാണാക്കത്തില്ലേ? ചാവടാ നമ്മളങ്ങനെ നമ്മളെ റിവഞ്ച് പയ്യെ എടുക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് എന്താ പറയുക, നമുക്ക് കുറച്ച് സാൻഡ് വേണം ഗൈസ്. നമുക്ക് പിന്നെ ഇങ്ങോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല ഇതുവരെയായിട്ടും. ഇവിടെ അതെന്താടാ മോബല്ലേ? ഞാൻ നേരത്തെ ഇങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും 2 തല്ലുള്ള ഷീപ്പ് നിൽക്കുന്നു ഗൈസ്. നോക്കിയപ്പോൾ ഇല്ല സാധനമാണ്. എന്തായാലും നമുക്ക് ഈ സാൻഡ് കുഴിച്ചെടുക്കാം ഗൈസ്. എന്തായാലും നമ്മുടെ തിരിച്ച് നമ്മുടെ സുന്ദരമായ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒറ്റൊരു കാര്യമുള്ളൂ, സ്റ്റോൺ മൈൻ ചെയ്തുകൊണ്ട് വരിക. അത്രയേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ആദ്യം ഇവിടെ മൈനിങ് ഏരിയ പോലെ ചെറുതായിട്ടൊന്ന് സെറ്റാക്കാം. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ചെസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളെല്ലാം ചെസ്റ്റിനകത്തോട്ട് വയ്ക്കാം. പോട്ടിനെ നമുക്ക് ഇപ്പോഴേ ഉണ്ടാക്കി വെക്കാം. അല്ല, വെള്ളപ്പട്ടികളാ, നോർമൽ പട്ടിക്കുട്ടി. എന്നെ പിടിക്കാൻ എൻ്റെ ഒരു സാധനം ഇല്ല, അല്ലെങ്കിൽ ഞാൻ പിടിച്ചേനെ. എന്തായാലും ഗൈസ്, കറക്റ്റ് സമയത്ത് എൻ്റെ കയ്യിൽ എങ്ങനെയോ വാട്ടർ ബക്കറ്റ് വന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ട്. പിന്നെ അട്ടർനോസിൻ്റെ പിങ്ങും കൂടുതലായതുകൊണ്ട് രക്ഷപ്പെട്ട്. താങ്ക് യു അട്ടർനോസ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് നമ്മൾ വന്നത് എന്തിനാ? അതെടുക്കാനാ എന്തിനാണെന്തോ. ഓക്കെ, നമുക്കെന്തായാലും കുറച്ച് ഒബ്സിഡിയൻ എടുത്തുകൊണ്ട് പോവാം. നമ്മളിപ്പോൾ ഉണ്ട് സത്യത്തിൽ 10 എണ്ണം മതി.
ഗൈസ് ഞാനൊരു മണ്ടത്തരം കാണിച്ചു. എൻ്റെ കയ്യിൽ ഒബ്സീഡിയം ഉണ്ട് ഗൈസ്. എന്നിട്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി. എനിക്ക് സത്യത്തിൽ 3 ഒബ്സീഡിയം മതിയായിരുന്നു. ഇപ്പോൾ 4 എണ്ണമായി. ഇതിൽ കുഴപ്പമില്ല, ഇരിക്കട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം. സംഭവം ഇനി നമുക്ക് ബിൽഡ് ചെയ്യാം. അയ്യോ, ഇനി ഇത് പൊട്ടി കഴിഞ്ഞ് 1.5 മണിക്കൂർ എടുക്കും. കുഴപ്പമില്ല. എങ്കിലും ഓക്കെ, അത് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെച്ചിട്ട് 3 ബ്ലോക്ക് മണ്ടയിലോട്ട് 1 ബ്ലോക്ക് പൊട്ടാൻ നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ. കണ്ട, എൻ്റെ പോർട്ടലൊന്നും പറ്റിയിട്ടില്ല. മണ്ടെന്ന കൈസ് മൈൻഡ് ചെയ്യണ്ട. എന്തായാലും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും ഇവിടെ വന്നിട്ട് ഇതങ്ങ് അടച്ചിട്ടുണ്ട്. ഇതോ വരുന്നൊരുത്തൻ. എന്തായാലും അവനെ നമുക്ക് ഇങ്ങോട്ട് കിടത്തി വിടണ്ട. നമുക്കെന്തായാലും സംഭവം താഴോട്ടാണ് ഗൈസ് കുഴിക്കേണ്ടത്. ഇവിടെ ഒരു കുഴിക്കുമ്പോൾ ഞാൻ എന്തായാലും കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസ് കഴിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. നമുക്ക് നേരെ താഴോട്ട് പോകാം. ഇനി പൊട്ടിക്കുമ്പോൾ ഇവിടെ നിന്ന് ലാഭം വരുമല്ലോ. ഒരു കാര്യം ചെയ്യാം. ഓക്കെ, സെറ്റ് ഗൈസ്. എനിക്ക് ഇപ്പോഴാണൊരു ബുദ്ധി തോന്നിയ, എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിലൊരു ബുദ്ധി തോന്നി. നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നതിന് വരെ നമുക്കൊരു കോബിൾ സ്റ്റോൺ ജനറേറ്ററും ഉണ്ടാക്കിയാൽ പോരെ. എന്തായാലും നമ്മൾ ഇവിടം വരെ ഒന്നുമില്ലേ, നമുക്ക് എന്തായാലും താഴോട്ട് പോവാം. ഗൈസ് ഞാനിപ്പോൾ 16 നിന്നാണ് മണ്ടയിലോട്ട് കയറി വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ബുദ്ധിയില്ലായിരുന്നു. അല്ല ഗൈസ്, എനിക്കിപ്പോൾ ആവശ്യത്തിനുള്ളത് കിട്ടി. ഇനി ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന എനിക്ക് ഇന്നൊന്നും വീഡിയോ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നൈസിനങ്ങ് മണ്ടയിൽ കയറി പോവാം. അതിന് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല ഏറ്റവും ബിഗ് ബ്രെയിൻ ആയിട്ടുള്ള മൂവ്. എന്തായാലും ഗൈസ് നമുക്ക് നൈസിന് വേണ്ടി ഫ്രണ്ട് കുറച്ചങ്ങ് മാറ്റണം. നമുക്ക് നമ്മളെ സോംബിച്ചേട്ടൻ തന്ന അയൺ ഇട്ടുണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് കുറച്ച് സ്റ്റോൺ വെച്ചിട്ട് കുറച്ച് സ്റ്റേയേഴ്സ് ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്ര നല്ലൊരു സംഭവം ഉണ്ടാക്കാനാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടേ നിങ്ങൾ വിചാരിക്കും. അല്ല ഗൈസ്, ഇവിടെ നമ്മൾ ഇനി സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഇനി ഇന്നത്തെ വീഡിയോ ചെറിയ തട്ടിക്കൂട്ടുകളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. സത്യത്തിൽ അത് തന്നെ എനിക്ക് ഇന്നത്തെ വീഡിയോ ചെറിയ തട്ടിക്കൂട്ടാണ്. കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് എടുത്തത്. പിന്നെ നമുക്കിനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ അടിയിലത്തെ ഫ്ലോർ മൊത്തം നമുക്ക് മാറ്റണം. അതേ ഉള്ളൂ ഇത്തിരി പാടുള്ള കാര്യം. നമുക്ക് അതിന് മുമ്പ് നമ്മളെ പി ഡിഡിനെ എണീപ്പിച്ച് നമുക്ക് മണ്ടേ കൊണ്ടിരുത്താം.